കഴിഞ്ഞ 2 വീഡിയോസ് നമ്മൾ സമ്പത്തിനെക്കുറിച്ച് ചെയ്ത 2 വീഡിയോസ് അതിനകത്തുള്ള ഒരു ഫീഡ്ബാക്ക് നോക്കിയപ്പോൾ കുറേ പേര് നല്ല അനുഭവങ്ങൾ പറഞ്ഞു. ഏകദേശം ഒരു 50-60% പേർക്ക് നന്നായിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് പറഞ്ഞു. പക്ഷെ ചിലർക്കതങ്ങോട്ട് ശരിയായില്ല. ചിലർക്കത് ഒത്തില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾക്കിത് ശരിയായില്ല, ഞങ്ങളെന്താ ചെയ്യാന്നുള്ളത്. അവർക്ക് വേണ്ടിയാണ്. ഇതുവരെ എന്ത് കർമ്മം ചെയ്തിട്ടും യാതൊരു ഫലവും ലഭിക്കാത്ത വിഭാഗം ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ കർമ്മം പറയുന്നത്. ഇനി ഇതെവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു തരാം. ഇതൊരു ശിലാശാസനമാണ്. ശിലാശാസനത്തിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇത്. ഏത് കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമസ്തേ, രുദ്രധാര. നമ്മൾ ഇന്ന് പറയുന്നത് കടങ്ങളും ദുരിതങ്ങളും മനുഷ്യനെ വിട്ടുമാറാതെ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. തമിഴിൽ ഒരിക്കലും ഒരു സന്യാസിയോട് ചോദിച്ചു, ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ടിരിക്കാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ സന്യാസി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മരിക്കണം. അപ്പം ജീവിതമാകുമ്പോൾ ഇതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ചിരിച്ചുകൊണ്ട് തന്നെ നേരിടുക. ഇതൊന്നും ഇല്ലെങ്കിൽ വലിയ രസമൊന്നും ഇല്ലെന്നേ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോവാം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എള്ള് എന്ന് പറയുന്ന സംഭവം. എള്ളിൻ്റെ മഹിമയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വളരെ ആത്യന്തികമായി എന്നേക്കാൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം. കാരണം അത് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് അപ്പോൾ ഈ എള്ള് എന്ന് പറയുന്ന സംഭവം ഭഗവത് ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ചതുകൊണ്ട് ഇതിനെ അമൂല്യമായ ഒന്നായി, അല്ലെങ്കിൽ പവിത്രമായ ഒന്നായിട്ട്, അത്യന്തം പവിത്രമായ ഒന്നായിട്ട് കരുതപ്പെടുന്നുണ്ട്. ആ എള്ള് ഒരു വ്യക്തി മരിക്കുമ്പോൾ ഊർജ്ജനെടുക്കുന്ന സമയത്ത് പോലും ആ വ്യക്തിയുടെ ശരീരം കിടത്തുമ്പോൾ എള്ള് വിതറി ദർഭ വച്ച് അതിന് മുകളിലാണ് മൃതദേഹം വയ്ക്കുന്നത്. അപ്പോൾ അയാൾ പാപിയാണെങ്കിലും പുണ്യവാനാണെങ്കിലും ആത്മാവിന് മോക്ഷം പ്രാപിക്കുന്നു എന്നൊരു വിശ്വാസം ഉണ്ട്. എന്തിനാണ് വീട്ടിൽ എള്ള് സൂക്ഷിക്കുന്നത്? നമുക്കറിയാം. ആസുര ദാനവ പൈശാചിക ശക്തികളെ ഇല്ലാതെയാക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയെ തുടച്ചു നീക്കുക. ഇതാണ് ഇതിൻ്റെ മഹിമ. നമുക്കറിയാം, എള്ളുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒന്നാണ്. ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കൂട്ടുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ പണ്ടുള്ളവർ എള്ളെണ്ണയായിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. എള്ളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപാട് നമ്മൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല. നമുക്ക് എന്ത് വേണം? അയൺ ടോണിക് ഉണ്ടെങ്കിലേ ശരിയാവത്തുള്ളൂ, അല്ലേ? ഇരുമ്പിൻ്റെ അംശം ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം, എള്ള് കത്തുന്ന സമയത്ത് അവിടെ ഒരു ഇരുമ്പിൻ്റെ പ്രാണോർജ്ജം ഉണ്ടാവുകയും അത് ശ്വസിക്കുന്ന വഴി നമ്മുടെ ഇരുമ്പിൻ്റെ കുറവ് പരിഹരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. എള്ളിൻ്റെ മഹിമ പറഞ്ഞപ്പോൾ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതെല്ലാം മാറ്റിവെച്ചാൽ നമ്മൾ വരുന്നത് എവിടേക്കാണെന്നറിയാമോ? എള്ള് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഇതിന് സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സമയം നോക്കി മാത്രമേ മക്കളെ ചെയ്യാവേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീക്കും ചെയ്യാം, പുരുഷനും ചെയ്യാം. ഏറ്റവും രാവിലെ ഉണരുക, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കുക, 100 ഗ്രാം എള്ള് എടുക്കുക. ബ്രാഹ്മ മുഹൂർത്തം 100 ഗ്രാം എള്ള്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ കുളിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട, മുഖം കഴുകുക, ഫേസ് ഒന്ന് വാഷ് ചെയ്യുക എന്നുള്ളൂ. ഇനി ബ്രാഹ്മ മുഹൂർത്തം എപ്പോഴാണ്? സൂര്യൻ ഉദിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ്. അയ്യോ, അതെങ്ങനെ എടുക്കും? ഇങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട്. ബ്രാഹ്മ മുഹൂർത്തം സ്ഥലകാല ഭേദമന്യേ മാറിക്കൊണ്ടിരിക്കും. പലരും യൂട്യൂബിനകത്തൊരു കൃത്യസമയം പറയുന്നുണ്ട്. പക്ഷേ അല്ല, ഇത് സ്ഥലകാല ഭേദമനുസരിച്ച് ബ്രാഹ്മ മുഹൂർത്തം മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജോഗ്രഫി പഠിച്ച നിങ്ങൾക്കറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു ഭ്രമണം, നമ്മുടെ ഭൂമി ഒരു വട്ടം ഒരു ഭാഗത്ത് നിന്ന് കറങ്ങാൻ തുടങ്ങി തിരിച്ച് അതേ ഭാഗത്ത് വരുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. അതായത് എത്രമാത്രം ദൂരം പിന്നിടുന്നു? 360 ഡിഗ്രി പിന്നിടുന്നു. എത്ര സമയം കൊണ്ടാ? 24 മണിക്കൂർ കൊണ്ടാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്, അഥവാ 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എത്രയാണ്? നോക്കൂ, 4 മിനിറ്റാണ്. 1 ഡിഗ്രി 4 മിനിറ്റ് കൊണ്ട് നമ്മൾ ഭ്രമണം ചെയ്യുന്നെങ്കിൽ, നമ്മളല്ല ഭൂമി ഭ്രമണം നടത്തുന്നുവെങ്കിൽ 1440 മിനിറ്റ് എടുക്കുന്നു 360 ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ട്, അഥവാ 24 മണിക്കൂർ. അപ്പോൾ
അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, സൂര്യൻ ആദ്യം ഉദിക്കുന്നത് എവിടെയാ? ഇന്ത്യയിൽ അരുണാചൽ പ്രദേശ്. അരുണൻ ആദ്യം ഉദിക്കുന്ന സ്ഥലമാണ് അരുണാചൽ പ്രദേശ് അല്ലേ? അവിടെ രാവിലെ 6 മണിയാകുമ്പോൾ ഇവിടുത്തെ 8 മണിയുടെ ഒരു ഫീലാണ്. അവിടെ പോയവർക്കറിയാം അതിൻ്റെ പ്രത്യേകത എന്താണ്. അപ്പോൾ സ്ഥലകാല ഭേദമനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കെടുക്കുമ്പോൾ, നമ്മൾ കേരളമായതുകൊണ്ട് നമുക്ക് ഏകദേശം ഒന്ന് എടുത്താൽ, അപ്രോക്സിമേറ്റ്ലി എന്നേ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ, അത് ഏകദേശം ഒരു 4:45 സമയം. ബ്രാഹ്മമുഹൂർത്തം 4:45, ഏകദേശം 4:30 മുതൽ 4:45 വരെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട. അപ്പോൾ ആ ടൈം തന്നെ നോക്കിക്കോളൂ. നിങ്ങൾ എന്താ, കുളിയും ജപവും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, നന്നായിട്ട് മുഖമൊക്കെ വാഷ് ചെയ്ത് വന്ന് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ പാട്ടയ്ക്കകത്ത് തലേന്ന് രാത്രിയിലെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ചെറിയൊരു പാട്ടയ്ക്കകത്ത് ഒരു 100 ഗ്രാം എള്ള് വേണമെന്നില്ല. ആ പാട്ട് നിറയുന്ന കുഞ്ഞ് ചെറുത് മതി കേട്ടോ. അതിനകത്ത് ആ പാട്ട് നിറയുന്ന അത്രയും വലിപ്പത്തിൽ എള്ള് നിറയ്ക്കുക. എള്ള് നിറച്ചതിന് ശേഷം രാവിലെ ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, ഒരു ദിവസവും മാറരുത്. വൈകുന്നേരത്തോ സന്ധ്യയ്ക്കോ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ 1 രൂപ ആയിക്കൊള്ളട്ടെ, 2 രൂപ ആയിക്കൊള്ളട്ടെ, 5 രൂപ ആയിക്കൊള്ളട്ടെ, കോയിൻ എന്ത് കോയിനും ആയിക്കൊള്ളട്ടെ, പണം വേണം. ചെമ്പ് നാണയം ഉണ്ടോ? ബെറ്റർ. സ്വർണ്ണ നാണയം ഉണ്ടോ? ഏറ്റവും ബെറ്റർ. സ്വർണ്ണ നാണയം കയ്യിലുണ്ട്, ഈ പണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ കോയിൻ അതിലേക്ക് ഇറക്കി വെക്കുക. അതിനുശേഷം അടയ്ക്കുക, മാറ്റി വെക്കുക. സാധനം വെക്കേണ്ട എവിടാണെന്നറിയാമോ? വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത്. വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് തന്നെ ഇത് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ ഈ ആർത്തവമൊക്കെ ഉള്ള സമയത്ത് ചെയ്യാമോ? അപ്പോൾ വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് അവർക്ക് കയറാനോ ഇത് എടുക്കാനോ പറ്റത്തില്ല. അങ്ങനെയുള്ളവർ ഒരു കാര്യം ചെയ്തോളൂ, കിടക്കുന്ന മുറി വെച്ചോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒന്നുമല്ല ചെയ്യേണ്ടത്, എല്ലാ ദിവസവും ചെയ്യണം. 15-ാം ദിവസം 15 ദിവസമാണ് ഈ കർമ്മം ചെയ്യേണ്ടത്. എല്ലാ ദിവസവും രാവിലെ എണീക്കുക, ഭഗവാനെ മനസ്സിൽ വിചാരിക്കുക, ഇഷ്ടദൈവം ആരും ആയിക്കൊള്ളട്ടെ, എള്ളിനകത്തേക്ക് ഇത് വെക്കുക, അടയ്ക്കുക, കിടന്നുറങ്ങുക. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങുക, അതല്ലെങ്കിൽ രാവിലെ മറ്റു കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇത് ചെയ്യുക. 14 ദിവസം കഴിഞ്ഞ് 15-ാമത്തെ ദിവസമാണ് നമ്മുടെ ഈ കർമ്മം പൂർത്തിയാവുന്നത്. 15-ാം ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, അത് ചിലപ്പോൾ എടുത്തു വരുന്നത് ഇപ്പം നാളെ തൊട്ട് തുടങ്ങി, അപ്പോൾ 15 ദിവസം കഴിഞ്ഞ് 15-ാമത്തെ ദിവസം നിങ്ങൾ ഇത് എടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു വെള്ളിയാഴ്ചയായിരിക്കാം, തിങ്കളാഴ്ചയായിരിക്കാം, ചൊവ്വാഴ്ചയായിരിക്കും, ഏത് ദിവസം ആയിക്കോട്ടെ. എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത അത് എടുത്തിട്ട് അതിനെ കിഴി കെട്ടി വെക്കുക. ആ എള്ളിനെ എടുത്ത് നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗം ഉണ്ടോ, 2 അംഗം ഉള്ളെങ്കിൽ 2 കിഴിയാക്കി വെച്ചോ. അന്നേരം അത്ര എള്ളെടുത്താൽ മതി എന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ 5 അംഗങ്ങളുണ്ടെങ്കിൽ 5 കിഴി കെട്ടുക, അങ്ങനെ വെക്കുക. എന്നിട്ട് ആ പണം എല്ലാം കൂടി എടുത്ത് ആ പണം എല്ലാം കൂടി ഒരു കിഴിയാക്കി മാറ്റുക. എന്നിട്ട് ഇത് ഇത്രയും വിളക്കിൻ്റെ മുമ്പിൽ വെച്ചേക്കുക. ശേഷം വരുന്ന ശനിയാഴ്ച ദിവസം എണ്ണ, ഒരു എണ്ണ, നെയ്യ് വേണമെന്നൊന്നുമില്ല, എണ്ണ നിങ്ങളുടെ വീട്ടിൽ ഒഴിക്കുന്ന എണ്ണ ഒഴിച്ച് ഈ എള്ളുകളങ്ങ് കത്തിക്കുക. വിളക്കിൽ രാവിലെയാണ് ഏറ്റവും ഉത്തമം, സന്ധ്യയ്ക്ക് കത്തിക്കാൻ പറ്റുമെങ്കിൽ സന്ധ്യയ്ക്ക് കത്തിക്കുക. 15-ാം ദിവസം റിസൾട്ട് വന്നിരിക്കും. ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ പറയപ്പെടുന്ന എന്തോന്നറിയാമോ? ചിലപ്പോൾ ലോണെങ്കിലും നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടമെങ്കിൽ വഴിയെ പോകുന്നവനെങ്കിലും വന്ന് തന്നിട്ട് പോകും. മഹാലക്ഷ്മി കൈകളിലേക്ക് എത്തും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇതെവിടെ പറയുന്നു? താങ്കൾ ഇത് എവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്? ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു തരാം. ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു. ആ രാജവംശത്തിന്റെ പേരാണ് ഗുപ്ത ഡൈനാസ്റ്റി അഥവാ ഗുപ്ത കാലഘട്ടം, ഗുപ്താസ് ഏജ് എന്നൊക്കെ പറയും. അവരുടെ പേര് ശ്രീഗുപ്തനാണ് ഇത് സ്ഥാപിച്ചത്. അവിടെ പെടുന്ന ഒരാളാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, അതർവൈസ് നോൺ ആസ് വിക്രമാദിത്യൻ, സ്കന്ദഗുപ്തൻ. ഈ ഗുപ്ത സാമ്രാജ്യം അവിടുത്തെ സ്ത്രീകൾ അനുഷ്ഠിച്ചിരുന്ന ഒരു കർമ്മമാണ്. രാജ്യത്തിൻ്റെ യശസ്സിനും കുടുംബത്തിൻ്റെ ധനവർദ്ധനവിനും വേണ്ടി അനുഷ്ഠിച്ചിരുന്ന ഒരു കർമ്മമായിരുന്നു ഇത്. പക്ഷെ അവരതിന് ഉപയോഗിച്ചിരുന്നത് സ്വർണ്ണ നാണയങ്ങളായിരുന്നു എള്ളിലിട്ട് കിഴികെട്ടി വെച്ചിരുന്നത്. ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തത്. അത് ശിലാഫലകങ്ങളിൽ ഉണ്ടായിരുന്നു, ശിലാശാസനങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ കർമ്മത്തെക്കുറിച്ച് അവർ ചെയ്തിരുന്നു. അതുകൊണ്ട് ആ നാടിനെ ഒരു പേരിൽ അറിയപ്പെട്ടു. കാരണം ഇത്രയും സ്വർണം വിനിമയത്തിന് വേണ്ടി അവർ ഉപയോഗിച്ച നാണയം എന്ന് പറയുന്നത് സ്വർണ്ണ നാണയമാണ്. ഗോൾഡ് കോയിൻസ് ആണ് ഉപയോഗിച്ചത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നാണയത്തിന് പകരം അവർ ഉപയോഗിച്ചത് ഗോൾഡ് കോയിൻസ്. അതുകൊണ്ട് നമ്മൾ ചരിത്രത്തിൽ പരാമർശിക്കുന്നു, ചരിത്രത്തിൽ പഠിക്കുന്നു. ദ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഗുപ്ത കാലഘട്ടമാണ്. സമ്പത്തിനൊരു കുറവുണ്ടാവാത്ത ഒരു കാലഘട്ടം. പക്ഷെ പിന്നീട് അത് ക്ഷയിച്ചു പോയി അല്ലേ, നമുക്കറിയാം. അതിൽ പെടുന്ന ആളാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ് അഥവാ വിക്രമാദിത്യ. അറിയാലോ ഈ കഥകളൊക്കെ. ഇനി കൂടുതൽ അങ്ങോട്ട് ഞാൻ പോയി ലെങ്ത് വർദ്ധിപ്പിക്കുന്നില്ല. അപ്പൊ ഇത് ആർക്കൊക്കെ ചെയ്യാം ഈ കർമ്മം? സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ചെയ്യാം. സമയം രാവിലെ ബ്രാഹ്മമുഹൂർത്തം. ദർ ഈസ് നോ കോംപ്രമൈസ്. നിങ്ങൾ വേറെ ഏത് സമയത്ത് ചെയ്തിട്ടും കാര്യമില്ല. സ്ഥിരമായി ചെയ്തോ. വൃത്തിയും ശുദ്ധി. കുളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു, കുളിക്കേണ്ട കാര്യമില്ല.
അവസാന ദിവസം നിങ്ങൾ ഇത് എടുക്കുമ്പോൾ അതൊരു ശനിയാഴ്ച ആയിരിക്കണം, മസ്റ്റ് ബി. അതൊരു ശനിയാഴ്ച 15-ാം ദിവസം നിങ്ങൾ പരിപാടി നിർത്തുന്നു. 15-ാമത്തെ ദിവസം, അതെ 14-ാമത്തെ ദിവസം നിർത്തി 15-ാമത്തെ ദിവസം എടുക്കുന്നത്. 14-ാമത്തെ ദിവസം ഏത് ദിവസം ആയിക്കോട്ടെ. പിന്നെ 15-ാമത്തെ അത് കൈകൊണ്ട് തിരിച്ചെടുക്കുന്നത്, അതാണ് 15-ാം ദിവസം. ആ 15-ാം ദിവസം ശനിയാഴ്ച ആയിരിക്കണം. അത്രേ ഉള്ളൂ. ആ 15-ാം ദിവസം ഇതെടുത്ത് വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും കിഴിയാക്കി മാറ്റുക ഈ എള്ളിനെ. എന്നിട്ട് അത് കത്തിക്കുക. അതിനകത്ത് കിടക്കുന്ന കോയിൻസ് എത്ര? ഏകദേശം ഒരു 14 രൂപ കാണുമല്ലോ. 14 ദിവസമല്ലേ നമ്മൾ ഇട്ടത്. ആ കോയിൻ എല്ലാം കൂടെ എടുത്ത് ഒരു കിഴിയാക്കി വിളക്കിന്റെ മുമ്പിൽ വെക്കുക. അതെടുക്കാനുള്ള പൈസ അല്ല. അതാ ഞാൻ പറഞ്ഞത്, 1 രൂപയോ നിങ്ങളുടെ കയ്യിലുള്ളത്. ഈ 50 പൈസ എടുക്കാത്തൊന്നും വെക്കരുത് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന് വെക്കുക. ഫലം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന്റെ മറുപടി എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ദാറ്റ് ഈസ് ഗുപ്ത ഏജ്, ഗുപ്ത ഡൈനാസ്റ്റി. എങ്ങനെയാണെന്നുള്ളത് ചരിത്രം പഠിച്ചവർക്കറിയാം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി. അപ്പൊ ബ്രാഹ്മമുഹൂർത്തം മറക്കണ്ട. സമയം മാറ്റി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യരുത്. പിന്നെ ചിലർ പറയും താങ്കൾ ഇത് ചെയ്തങ്ങ് പണം ഉണ്ടാക്കൂ, എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും. അങ്ങനത്തെ കമന്റ് ഞാൻ കണ്ടിരുന്നു. എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട്, ഒരു കർമ്മം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ ഒരാൾക്ക്. ഇതിനകത്ത് 1000 പേര് കമന്റ് ഇട്ടു വന്നിരിക്കട്ടെ. 1000 പേരിൽ 100 പേർക്ക് നല്ലത് നടന്നു. എനിക്ക് സന്തോഷമല്ലേ? വളരെ സന്തോഷമുള്ള കാര്യമാണത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, നമ്മളെ വിശ്വാസമുള്ളവർക്ക് വേണ്ടി. ഞാൻ എന്തായാലും ഒരു ദ്രോഹം ചെയ്യത്തില്ലെന്ന് അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്ക്. പിന്നെ പലരും പറയുന്നുണ്ട് മറ്റുള്ള ചാനലുകളിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വരുന്നതാണ്. എനിക്ക് എൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എൻ്റെ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഞാൻ ഏത് ഭാഗത്തു നിന്ന് എന്ത് കാര്യങ്ങളാണ് പറയുന്നതെന്നുള്ളൂ. പലപ്പോഴും നമ്മുടെ എടുത്തുകൊണ്ട് പോകുമ്പോഴും നമുക്ക് വിഷയമൊന്നുമില്ല. അതൊക്കെ അവരും പറയട്ടെ. അറിവല്ലേ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അല്ലാതെ ആരുടെയും സമ്പത്തും ഐശ്വര്യമൊന്നും അല്ലല്ലോ എടുത്തുകൊണ്ട് പോരുന്ന ആരായാലും. അപ്പം അത് ആര് കൊണ്ടുപോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു 15 ദിവസം കേട്ടോ, നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യം ഒരു 15 കോയിൻ അങ്ങ് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം നമ്മൾ ആ സമയത്ത് ചെയ്യും നാളത്തേക്ക് കോയിൻ ഇല്ലല്ലോ അങ്ങനെ നമ്മൾ വിചാരിക്കണ്ട. അപ്പോൾ കോയിൻ അങ്ങ് എടുത്ത് വെക്കുക, 15 എണ്ണം. എന്നിട്ട് ഇത് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ലോണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ലോണെങ്കിലും അല്ലെങ്കിൽ കടമെങ്കിലും ചോദിച്ചത് കിട്ടും. കയ്യിൽ മഹാലക്ഷ്മി വന്നിരിക്കും. ഇനി ഇത്രയേ ഉള്ളൂ കർമ്മം എന്ന് പറയുന്നത്. ശനിയാഴ്ച ദിവസമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എള്ളിൻ്റെ മഹിമ പറഞ്ഞപ്പോഴാണ് ഇത് കത്തുന്നല്ലോ. ഈ പറയുന്ന ആ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണോ ആ എണ്ണത്തിനനുസൃതമായിട്ടാണ് ഈ കിഴി കെട്ടേണ്ടത്. ആ കിഴി കെട്ടി ഇത് കത്തുമ്പോൾ അവിടെ ഒരു ഇരുമ്പിൻ്റെ പ്രാണോർജ്ജം അവിടെ ഉണ്ടാവുകയും നിങ്ങളത് ശ്വസിക്കുന്നത് വഴി നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഇരുമ്പിൻ്റെ ആ ഒരു ഇത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് കേട്ടോ. എള്ള് കിഴി കെട്ടി വീട്ടിൽ സന്ധ്യ നേരത്ത് കത്തിച്ചാൽ നല്ലത്, രാവിലെയാണെങ്കിൽ അതിലും ഉത്തമം. അപ്പോൾ എല്ലാവർക്കും രുദ്രധാരയുടെ ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. കാരണം ഇത് നിങ്ങൾക്ക് നല്ല ഗംഭീരമായി തന്നെ നടക്കണം. നല്ല കമൻ്റ് ആയിരിക്കണം. 15 ദിവസം കഴിഞ്ഞിട്ട് ഇതേ വീഡിയോയുടെ അടിയിൽ വരേണ്ടത്, അല്ലെ മറ്റേതെങ്കിലും വീഡിയോയിൽ വന്ന് പറഞ്ഞാലും മതി കേട്ടോ. നടന്നാലും നടന്നില്ലെങ്കിലും വന്ന് പറയുക. അപ്പോൾ എന്തായാലും നന്നായി ഇരിക്കട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്നും. നമസ്കാരം.